ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു അടിപൊളി മുട്ട ദോശയുടേതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ നമ്മൾക്ക് മുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കണം. ഒരു ചില്ലി പേസ്റ്റ്, അതിനായിട്ടൊരു 8 ചുവന്നുള്ളി, ഒരു 3 വെള്ളുള്ളിയും കുറച്ച് അത്രയും ആളം പുളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അല്പം ഉപ്പ് അതിനാവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളമൊഴിച്ച് ഇതൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതേമാതിരി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ടൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത്, ഓയിൽ ചൂടാകുന്ന സമയത്ത് നമ്മൾക്ക് ഈ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയ ഒരു 2-3 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം ഈ ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ നമ്മൾക്കതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴൊക്കെ നമ്മുടെ ചുവന്നുള്ളി, വെള്ളുള്ളി, മുളക് പൊടി എല്ലാം ശരിക്കും ഒന്ന് വെന്ത് സെറ്റായി വന്നോളും. അപ്പോൾ ഈ കണ്ടീഷനിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറുമ്പോൾ ഒന്നുകൂടി അതൊന്ന് കുറുകിക്കോളും. ഇപ്പോൾ നമുക്ക് വേണ്ടത് 2 ദോശയുടെ ബാറ്ററാണ്. ദോശ മാവ് എടുത്തിട്ടുണ്ട്, 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവാളൻ്റെ പകുതി എടുത്ത് പൊടിയായി അരിഞ്ഞ്, പൊടിയായി അരിയണം. പിന്നെ അതേമാതിരി കുറച്ച് മല്ലിയിലയും ചെറുതാക്കി അരിഞ്ഞെടുത്തുക. അപ്പോൾ ഒരു കോഴിമുട്ട എടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുത്ത് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾക്കൊരു ദോശ തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ദോശ തവ ചൂടായി വന്നു, അതിലേക്ക് നമ്മൾ മാവ് കോരി ഒഴിക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ എന്തായാലും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ മതിയാവും. അപ്പോൾ ഇതേപോലെ നമ്മൾ മാവൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മാവിൻ്റെ ഈർപ്പം ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾക്ക് ആ ചില്ലി പേസ്റ്റ് അതിലേക്ക് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവിടെയും ആവുന്ന മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റുള്ള ദോശയില്ല, മുട്ട ദോശ, അതേമാതിരി ഉണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ ആ കോഴിമുട്ട മിക്സ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തീ അല്പം നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം. ഇനി അതിലേക്ക് ആ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മല്ലിയില അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫ്ലെയിമാണ്. ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ആ മുട്ട മിക്സെല്ലാം ഒന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡിൽ നമ്മൾ 1 സ്പൂൺ നെയ്യ് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1-1.5 മിനിറ്റ് അതേപോലെ വെച്ചതിന് ശേഷം നമ്മൾക്ക് വന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ആ ഭാഗവും അതേപോലെ നമ്മൾക്ക് 1 മിനിറ്റോളം അതങ്ങനെ വെച്ച് വേവിച്ചെടുക്കണം. ആ സവാളയൊക്കെ ഒന്ന് വെന്തൊന്ന് സെറ്റായി വരാനുണ്ട്. എന്നതിന് ശേഷം നമ്മൾക്ക് മറിച്ചിട്ട് വീണ്ടും 1 മിനിറ്റ് അതേപോലെ ഇരിക്കട്ടെ. അപ്പോൾ അടിഭാഗവും പുറം ഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ അങ്ങോട്ട് മടക്കിയിട്ട് അടിപൊളിയായില്ലേ. അപ്പോൾ ഇതേപോലെ മുട്ട ദോശ ഉണ്ടാക്കാത്തവർ എന്തായാലും ചെയ്ത് കൊടുക്കുക. അത് നമുക്കിത് സെറ്റായി എടുത്തു. ഇനി വേറെ ഒന്നുകൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, നമ്മൾക്ക് ഈവനിങ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഇതേപോലെ കൊടുക്കാം. വീട്ടിലുള്ളവർ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ രണ്ടാമതും അതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മുട്ട ദോശയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ചമ്മന്തി തന്നെയാണ്. രണ്ടാമത് നമ്മളിത് റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു വെള്ള ചട്നിയാണ് വേണ്ടത്. ഞാൻ അത് പൊട്ടുകടലയും തേങ്ങയും കൂടി അരച്ച് വെച്ച നല്ലൊരു വെള്ള ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചമ്മന്തി ഈ ചട്നിയും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി സൂപ്പറായില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്